ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമ. അപ്പൊ ഇന്ന് നമുക്ക് ഗായത്രി വർണ്ണങ്ങളുടെ ദേവത ആരൊക്കെയാണെന്ന് നോക്കാനുള്ളത്. നമുക്കത് നോക്കാം. അപ്പൊ ശ്രീ നാരദ മഹർഷിയോട് ശ്രീ നാരായണ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ദേവർഷി, ഇനി വർണ്ണങ്ങളുടെ ശക്തികളെ പറഞ്ഞു തരാം. വാമദേവി, പ്രിയ, സത്യ, വിശ്വ, ഭദ്രവിലാസിനി, പ്രഭാവതി, ശാന്ത, കാന്ത, ദുർഗ, സരസ്വതി, വിദ്രുമ, വിശാലേശ, വ്യാപിനം, വിമല, തമോപഹാരിണി, സൂക്ഷ്മ വിശ്വയോനി, ജയാവശ, പത്മാലയ, ശ്രേഷ്ഠശോഭ, ഭദ്ര, ത്രിപദ, ജയ എന്നിങ്ങനെയാണ് 24 വർണ്ണങ്ങളുടെയും ശക്തികൾ. ഇനി വർണ്ണങ്ങളുടെ വർണ്ണം പറയാം. വർണ്ണങ്ങൾക്കും ഒരു വർണ്ണമുണ്ട്, അത് പറഞ്ഞു തരാം. ചമ്പകപ്പൂ നിറം, അഗസ്ത്യപ്പൂ നിറം, പവിഴ നിറം, സ്ഫടിക നിറം, താമരപ്പൂ നിറം, ബാലാദിത്യ നിറം, ശംഖകുന്ദേന്ദു വർണ്ണം, ചെന്താമരതള നിറം, പത്മരാഗ നിറം, ഇന്ദ്രനീല നിറം, വെൺമുത്തിന്റെ നിറം, സിന്ദൂര നിറം, അഞ്ജന നിറം, രക്തനിറം, വൈഡൂര്യ നിറം, തേൻ നിറം, മഞ്ഞൾ നിറം, ക്ഷീരനിറം, സൂര്യരശ്മിയുടെ നിറം, തത്വച്ചിറകിന്റെ നിറം, ശതപത്ര നിറം, കൈതപ്പൂ നിറം, മുല്ലപ്പൂ നിറം, കണവീരത്തിന്റെ നിറം. ഇപ്രകാരമാണ് ഓരോ വർണ്ണത്തിന്റെയും നിറം. പൃഥ്വി, ആകാശം, ജലം, തേജസ്, വായു എന്നീ 5 പഞ്ചഭൂതങ്ങളും ഗന്ധം, രസം, രൂപം, ശബ്ദം, സ്പർശം എന്നീ ഇന്ദ്രിയ വിഷയങ്ങളും ഉപസ്ഥം, വായു, ചരണം, പാണി, വാക്കിന്നീ കർമ്മേന്ദ്രിയങ്ങളും നാസിക, ജിഹ്വ, ചക്ഷുസ്, ത്വക്ക്, ശ്രോത്രം എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ എന്നീ 4 വായുക്കളും യഥാക്രമം ഓരോ വർണ്ണത്തിന്റെയും തത്വമായി കീർത്തിക്കപ്പെടുന്നു. ഇനി ഞാൻ ഓരോ വർണ്ണത്തിന്റെയും മുദ്രകൾ പറഞ്ഞുതരാം. സുമുഖം, സംപുടം, വിതതം, വിസ്തൃതം, ദ്വിമുഖം, ത്രിമുഖം, ചതുർമുഖം, പഞ്ചമുഖം, ഷൺമുഖം, അധോമുഖം, വ്യാപകാഞ്ജലികം, ശകടം, യമപാശം, ഗ്രഥിതം, സമ്മുഖോന്മുഖം, വിലംബം, മുഷ്ടികം, മത്സ്യം, കൂർമ്മം, വരാഹകം, സിംഹാക്രാന്തം, മഹാക്രാന്തം, മുദ്ഗരം, പല്ലവം, ത്രിശൂലം, യോനി, സുരഭി, അക്ഷമാല, ലിംഗകം, അംബുജം, മഹാമുദ്ര എന്നിവയാണ് ഗായത്രിയുടെ 24 വർണ്ണങ്ങളുടെ മുദ്രകൾ. മഹാപാപങ്ങളെ ഇല്ലാതാക്കുകയും കീർത്തിയും കാന്തിയും പ്രദാനം ചെയ്യുന്നതുമാണ് കേട്ടോ ഈ മുദ്രകൾ. ശ്രീനാരായണ മഹർഷി എന്ന് ശ്രീനാരായണ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗത്തിലാണ് ഇന്നത്തെ ഗായത്രി വർണ്ണ ശക്തിയാദി വർണ്ണം എന്ന 2ാം അധ്യായം സമർപ്പിക്കുന്നത്. ഇനി 3ാം അധ്യായം ഗായത്രി കവചം, നാരായണ കവചം എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഗായത്രി കവചം അദ്ദേഹം ചോദിക്കുക, അല്ലയോ യോഗവിത്തമ, സകല കലാവിഘ്ന, എന്റെ ഹൃദയത്തിൽ ഇനിയും സംശയങ്ങൾ ബാക്കിയുണ്ട്. ഏത് കർമ്മം ചെയ്താലാണ് എനിക്ക് മുക്തി ലഭിക്കുക? എന്റെ ദേഹം ബ്രഹ്മരൂപമാവാനും ദേവതാമന്ത്രരൂപമാവാൻ ആയിത്തീരാനുള്ള കർമ്മം എന്താണെന്നും അതുപോലെ തന്നെ ന്യാസം എന്താണെന്നും ഋഷി, ഛന്ദസ്, ദേവത, ധ്യാനം എന്നിവയും വിദ്യാമണ്ണം പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ നാരദ, ഗായത്രി കവചം പഠിക്കുകയാണ് അതിനുള്ള മാർഗം. അത് പഠിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മൈക്യം സംഭവിക്കും, ദേവീ രൂപനുമായി തീരും. ഗായത്രി കവചത്തിന് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരാണ് ഋഷികൾ. 4 വേദങ്ങൾ ഛന്ദസ്സുകളാണ്. ബ്രഹ്മസ്വരൂപിണിയായ ഗായത്രി ദേവതയുമാണ്. തദ്ബീജവും ഭർഗ എന്നത് ശക്തിയും ധീയ കീലകവുമാണെന്ന് അഭിജ്ഞന്മാർ പറയുന്നു. തത്സവിതു എന്ന 4 അക്ഷരം ഹൃദയവും വരേണ്യം എന്ന 3 അക്ഷരം ശിരസ്സുമാണ്. ഭർഗോദേവസ്യ എന്ന 4 അക്ഷരം ശിഖയും ധീമഹി എന്ന 3 അക്ഷരം കവചവുമാണ്. ധിയോയോന എന്ന 4 അക്ഷരം നേത്രവും പ്രചോദയാത് എന്ന 4 അക്ഷരം അസ്ത്രവുമാണ്. ഇനി സാധകന്മാർ അനുഷ്ഠിക്കേണ്ട ധ്യാനത്തെ പറഞ്ഞുതരാം, കേട്ടോളൂ കേട്ടോ. മുത്ത്, പവിഴം, സ്വർണം, നീലമണി, ശംഖ് തുടങ്ങിയവയുടെ നിറങ്ങളോടുകൂടി 5 മുഖമുള്ളവളും 3 കണ്ണുകളുള്ളവളും ചക്രം, ശംഖ്, കയറ്, ചമ്മട്ടി, തോട്ടി, കപാലം എന്നീ ആയുധങ്ങളോട് കൂടിയവളും വരാഭയങ്ങൾ ധരിച്ചവളും 2 കൈയിലും ചെന്താമരപ്പൂക്കൾ ധരിച്ചവളും ചന്ദ്രക്കലയോടുകൂടിയ രത്നകിരീടം ധരിച്ചവളും തത്വാർത്ഥ വർണ്ണാത്മികയുമായി വിരാജിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. കിഴക്ക് ഭാഗത്ത് ഗായത്രിയും തെക്ക് ഭാഗത്ത് സാവിത്രിയും
പിൻഭാഗത്ത് ബ്രഹ്മസന്ധ്യയും വടക്ക് ഭാഗത്ത് സരസ്വതിയും രക്ഷിക്കട്ടെ. ആഗ്നേയകോണിലോ ജലശാലിനിയായ പാവകിയും നികൃതി കോണിൽ യാതുധാനിയും എന്നെ രക്ഷിക്കട്ടെ. വായുകോണിൽ പവമാനവിലാസിനിയും ഈശാനകോണിൽ രുദ്രരൂപിണിയായ രുദ്രാണിയും എന്നെ രക്ഷിക്കട്ടെ. ബ്രഹ്മാണി എൻ്റെ മേൽഭാഗവും വൈഷ്ണവി കീഴ്ഭാഗവും ഭുവനേശ്വരി സർവാംഗങ്ങളും കാത്തു രക്ഷിക്കട്ടെ. തത്ത് എന്ന പദം എൻ്റെ പാദങ്ങളെയും സവിതു എന്ന പദം എൻ്റെ കണങ്കാലിനെയും വരേണ്യം എന്ന പദം എൻ്റെ കടിപ്രദേശത്തെയും ഭർഗ എന്ന പദം എൻ്റെ നാഭിപ്രദേശത്തെയും കാക്കട്ടെ. ദേവസ്യ എന്ന പദം ഹൃദയത്തെയും ധീമഹി എന്ന പദം രണ്ട് കവിൾത്തകത്തെയും ധീയ എന്ന പദം നേത്രങ്ങളെയും യ എന്ന പദം എൻ്റെ ലലാടത്തെയും ന എന്ന പദം എൻ്റെ ശിരസിനെയും പ്രചോദയാത് എന്ന പദം ശിഖയെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. തത്ത് എന്ന പദം മൂർധാവിനെയും സകാരം എൻ്റെ നെറ്റിയെയും രക്ഷിക്കട്ടെ. വികാരം എൻ്റെ കണ്ണുകളെയും തുകാരം രണ്ട് കവിൾത്തകങ്ങളെയും വകാരം എൻ്റെ നാസികയെയും ദേകാരം എൻ്റെ വക്രത്തെയും കാത്തു രക്ഷിക്കട്ടെ. നികാരം എൻ്റെ മേലേച്ചുണ്ടിനെയും ഭകാരം മുഖമധ്യത്തെയും ഗോകാരം താടിയെയും ദേകാരം കണ്ഠദേശത്തെയും വകാരം സ്കന്ധദേശത്തെയും ശകാരം എൻ്റെ വലത്തെ കൈയിനെയും ധീകാരം ഇടത്തെ കൈയിനെയും രക്ഷിക്കട്ടെ. മകാരം മാറിനെയും ഹികാരം ഉദരത്തെയും ധീകാരം നാഭിദേശത്തെയും യോകാരം ഗുഹ്യഭാഗത്തെയും ന പദം തുടയെയും പ്രകാരം കാൽമുട്ടുകളെയും ചോകാരം ജഘനത്തെയും ദകാരം കാൽമടമ്പിനെയും എന്താ ഇതൊക്കെ? യാകാരം രണ്ട് കാലിനെയും തകാരം വ്യഞ്ജനം എൻ്റെ സർവാംഗങ്ങളെയും രക്ഷിക്കട്ടെ. ഇങ്ങനെയാണ് ഈ ദിവ്യ കവചം സകല ബാധകളെയും നശിപ്പിക്കും. 64 കലകളെ പ്രദാനം ചെയ്യുന്നതും മോക്ഷത്തിന് കാരണമായിട്ടുള്ളതുമാണ് ഈ കവചം. എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഈ കവചം പഠിച്ചാൽ 1000 ഗോദാനം ചെയ്ത ഫലം സിദ്ധിക്കും. ഇനി ഗായത്രി ഹൃദയം. ഹേ ഭഗവൻ ത്രികാലജ്ഞ, ദിവ്യമായ ഗായത്രി കവചത്തെ അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തന്നു. അതെനിക്ക് മനസ്സിലായി. ഇനി അങ്ങ് ഗായത്രി ഹൃദയം കൂടി ഉപദേശിക്കണം. ഗായത്രി ജപം കൊണ്ട് ലഭിക്കുന്ന പുണ്യമെല്ലാം തന്നെ ഇത് ഗ്രഹിച്ചാൽ സാധ്യമാകുമല്ലോ. ദേവർഷേ, അഥർവണ വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഗൂഢസ്വഭാവമുള്ള ഗായത്രി ഹൃദയം ഞാൻ ഉപദേശിക്കാം. വിരാട് രൂപിയും വേദമാതാവുമായ ഗായത്രി ദേവിയെ ധ്യാനിച്ചതിന് ശേഷം ആ ദേവിയുടെ അംഗസ്ഥരായ ദേവതമാരെയും ധ്യാനിക്കണം. ജീവാത്മാവും പരമാത്മാവും ചേർന്നുള്ള ഭാവം വരുവാൻ സ്വന്തം ദേഹത്തിൽ ദേവീ രൂപത്തെ സ്മരിക്കണം. ദേവിയും താനും തമ്മിൽ ദ്വൈതഭാവം ഉണ്ടാവാൻ പാടില്ല. രണ്ടും ഒന്നാണ്, അദ്വൈതമായിട്ട് തോന്നണം അർത്ഥം. ദേവിയും താനും അത് പറയുന്നവരും തമ്മിൽ ഒരേ ഒരു ഭാവം ആണ് ഉണ്ടാവേണ്ടത് പറയുന്നത്. ദേവനല്ലാത്തവൻ ദേവാർച്ചന ചെയ്യരുതെന്ന് വേദത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് താനും ദേവിയും തമ്മിൽ ഭേദം കൽപ്പിക്കരുതെന്ന് പറയുന്നത്. ഗായത്രി ഹൃദയത്തിന് ഞാനാണ് ഋഷി, ഛന്ദസ് ഗായത്രിയും, ദേവത പരമേശ്വരിയുമാണ്. പിന്നീട് ഷഡംഗന്യാസം ചെയ്യണം. പിന്നീട് വിജനമായ സ്ഥലത്തിരുന്ന് ഏകാഗ്രമായി ദേവിയെ ധ്യാനിക്കാം. നാരദമഹർഷേ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഗായത്രി ഹൃദയം എന്ന 4-ാം അധ്യായം വളരെ ചെറുത് അത് സമർപ്പിച്ചു നമ്മൾ. ഈ നാരായണ ഋഷിയോട് വീണ്ടും ചോദിക്കുകയാണ്, അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഗായത്രി ഹൃദയം ശ്രവിക്കാൻ ഭാഗ്യമുണ്ടായി. ഇനി ഗായത്രി സ്തോത്രം കൂടി പറഞ്ഞു തന്നാലും. ഋഷി പറയുകയാണ്, ആദിശക്തി, ലോകമാതാവേ, സർവവ്യാപിനി സന്ധ്യേ, തൊഴാം സന്ധ്യയും ഗായത്രിയും സാവിത്രിയും വാണീദേവിയും അവിടുന്ന് തന്നെയാണല്ലോ. രക്തനിറവും ശ്വേതനിറവും ശ്യാമള നിറവുമുള്ള ബ്രാഹ്മിയും വൈഷ്ണവിയും രൗദ്രിയും എല്ലാം അവിടുന്ന് തന്നെ. പ്രഭാതത്തിൽ അരയന്നത്തിനെ വാഹനമാക്കി ബാലികയായും മധ്യാഹ്നത്തിൽ ഗരുഡനെ വാഹനമാക്കി യുവതിയായും സായം സന്ധ്യയിൽ കാളയെ വാഹനമാക്കി വൃദ്ധയായും അവിടുത്തെ ഋഷീശ്വരന്മാർ സ്തുതിക്കുന്നു. ഋഗ്വേദം ചൊല്ലിക്കൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുന്നതായി ഋഷിമാർ അവിടുത്തെ കാണുന്നു. യജുർവേദം പഠിച്ചുകൊണ്ട് അവിടുന്ന് അന്തരീക്ഷത്തിൽ വിരാജിക്കുന്നു. ആ നീ തന്നെ സാമവേദം ചൊല്ലിക്കൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. രുദ്രലോകത്തും വിഷ്ണുലോകത്തും സത്യലോകത്തും വസിക്കുന്നത് അവിടുന്ന് തന്നെയാണ് ദേവി എന്ന് പ്രാർത്ഥിക്കണം.
സപ്തർഷികൾക്ക് പ്രീതി ജനിപ്പിക്കുന്നവളും വരപ്രധാനയുമായ മായാസ്വരൂപിണിയും നീ തന്നെ. ശിവശക്തികളുടെ നേത്രം, കരം തുടങ്ങിയ അംഗങ്ങളിൽ നിന്ന് 10 തരത്തിലുണ്ടായ ആനന്ദജനനിയായ ദുർഗാദേവിയും അവിടുന്ന് തന്നെ. വരണ്യേ, വരേണ്യ, വരദ, വരിഷ്ഠ, വരവർണിനി, ഗരിഷ്ഠ, വരാർഹ, വരാരോഹ, നീലഗംഗ, സന്ധ്യ, മോക്ഷത എന്നിവരാണ് ആ 10 ദേവതമാര്. ഭൂമിയിൽ ഭാഗീരഥിയായും പാതാളത്തിൽ ഭോഗവതിയായും സ്വർലോകത്തിൽ മന്ദാകിനിയായും അവിടുന്ന് 3 ലോകത്തിലും വസിക്കുന്നു അമ്മേ. ഭൂമിയുടെ ഭാരം താങ്ങിക്കൊണ്ട് ധരണിയായും ഭുവർലോകത്ത് വായുശക്തിയായും സ്വർലോകത്ത് തേജോനിധിയായും വസിക്കുന്നത് അവിടുന്ന് തന്നെ. മഹർലോകത്ത് മഹാസിദ്ധിയായും ജനലോകത്ത് ജനയായും തപോലോകത്ത് തപസ്സായും സത്യലോകത്ത് സത്യവും ആയി അവിടുന്ന് വസിക്കുന്നു. ഗായത്രിയായി ബ്രഹ്മലോകത്തിലും ലക്ഷ്മിയായി വൈകുണ്ഠത്തിലും അർദ്ധനാരീശ്വരിയായ ഗൗരിയായി രുദ്രലോകത്തിലും അവിടുന്ന് തന്നെ വർത്തിക്കുന്നു. അഹം തത്വത്തിന്റെയും മഹത്തത്വത്തിന്റെയും പ്രകൃതി അവിടുന്ന് തന്നെയാണെന്ന് പറയുന്നു. പരാശക്തിയും പരാത്പരയും നീ തന്നെ. ത്രിഗുണങ്ങളിൽ സമമായി വാഴുന്നതും നീ തന്നെയാണ്. നീ ശബളസ്വരൂപിണിയുമാണ്. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നീ തന്നെ. ഗംഗ, യമുന, വിപാശ, സരസ്വതി, സരയൂ, ദേവിക, സിന്ധു, നർമ്മദ, ഐരാവതി, ഗോദാവരി, ശതദ്രു, കാവേരി, സ്വർഗംഗ, കൗശികി, ചന്ദ്രഭാഗ, വിതസ്ത, സരസ്വതി, ഗണ്ഡകി, താപിനി, തോയ, ഗോമതി, വേത്രവതി നദികളെല്ലാം അവിടുത്തെ രൂപങ്ങളാണ്. പിന്നെന്താ? ഇളാ, പിങ്കള, സുഷുമ്ന, ഗാന്ധാരി, ഹസ്വജി, പൂഷ, അപൂഷ, അലംബുഷ, ഊഹു, ശംഖിനി, പ്രാണവാഹിനി എന്നിങ്ങനെയുള്ള ശരീരത്തിൽ നാഡികളെല്ലാം നീ തന്നെയാണെന്ന് മനീഷികൾ പറയുന്നു. ഹൃദയത്തിൽ വാഴുന്ന പ്രാണശക്തിയും കണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വപ്നനാഥയും താടിയിൽ സ്ഥിതി ചെയ്യുന്ന സദാധാരവും നെറ്റിത്തടത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദുരൂപിണിയും മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനി ശക്തിയും അവിടുന്ന് തന്നെയാണ്. പിന്നെയോ, ശിഖാമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജ്ഞാനകലയും ശിഖാഗ്രത്തിൽ മനോന്മനിയായും നീ തന്നെ വർത്തിക്കുന്നു. എന്തിനധികം പറയുന്നു അമ്മേ? 3 ലോകത്തിലെയും എല്ലാ വസ്തുക്കളും നീ തന്നെയാണ്. നീ ഒഴിഞ്ഞു വേറൊരു വസ്തുക്കളില്ല. അപ്രകാരമുള്ള മഹാദേവി സന്ധ്യയെ അവിടുത്തെ നമസ്കരിക്കുന്നു. സന്ധ്യാസമയത്ത് ഈ സ്തോത്രം ഭക്തിയോടെ ജപിക്കുകയാണെങ്കിൽ മഹാപുണ്യവും തപസ്, യജ്ഞം, ദാനം തുടങ്ങിയവ ചെയ്താലുള്ള ഫലവും സിദ്ധിക്കും. അനവധി കാലം യശസ്സോടുകൂടി ജീവിതം അനുഭവിച്ച അവസാനം മോക്ഷത്തെയും പ്രാപിക്കാം. ഋഷികളാൽ പ്രോക്തമായ ജീവിതം അനുഭവിച്ച് അവസാനം മോക്ഷത്തെയും പ്രാപിക്കാം. ഋഷികളാൽ പ്രോക്തമായ ഈ സ്തോത്രം സ്നാനം ചെയ്യുമ്പോൾ ജപിച്ചാൽ തീർത്ഥസ്നാനം ചെയ്താലുള്ള ഫലം ലഭിക്കും. നാരദ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം നാരായണ മഹർഷി ഉപദേശിച്ച അമൃതിന് സമമായ സ്തോത്രം ശ്രവിച്ചാൽ തന്നെ പാപവിമുക്തനായി തീരും എന്നുള്ളൊരു ഗുണപാഠത്തോടു ഈ ഗായത്രി സ്തോത്രം സമാപിക്കുന്നത്. ഇനി 6-ാം അധ്യായത്തിൽ ഗായത്രിയുടെ നാമസഹസ്രാണ് പറയുന്നത്. നാരദൻ ചോദിക്കുന്നു പിന്നെയും, സർവധർമ്മജ്ഞ, സർവശാസ്ത്ര വിശാരദ, ശ്രുതിസ്മൃതി പുരാണങ്ങളുടെ രഹസ്യം എനിക്ക് അങ്ങയിൽ നിന്നറിയാൻ സാധിച്ചു. എന്നാൽ ബ്രഹ്മജ്ഞാനം എങ്ങനെയാണ് സിദ്ധിക്കുക? മോക്ഷം എങ്ങനെയാണ് സാധ്യമാവുക? ഏതാണ് ബ്രാഹ്മണർക്കുള്ള പ്രാപ്യസ്ഥാനം? മനുഷ്യന് ഇഹത്തിലും പരത്തിലും സൗഖ്യമുണ്ടാവാൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത്? അതെല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. അപ്പൊ ശ്രീനാരായണ മഹർഷി പറയാൻ തുടങ്ങി, ദേവർഷി മഹാപ്രജ്ഞ, അങ്ങ് ചോദിക്കേണ്ട ചോദ്യം തന്നെ ചോദിച്ചു. വളരെ നന്നായി. ഞാൻ അങ്ങയോട് ഗായത്രി സഹസ്രനാമം പറയാം. ഇതിൽ 1008 നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ മനുഷ്യരുടെ പാപത്തെ നശിപ്പിക്കും. വളരെ മുമ്പ് ബ്രഹ്മദേവൻ അരുളി ചെയ്തതാണ് ഈ നാമങ്ങൾ. ഈ നാമങ്ങളുടെ ഋഷി ബ്രഹ്മദേവനാണ്. അനുഷ്ടുപ്പാണ് ഛന്ദസ്. ഗായത്രി ദേവിയാണ് ദേവത. ഹയരാലാവ എന്നീ വ്യഞ്ജനാക്ഷരങ്ങൾ ഇതിന്റെ ബീജം. സ്വരങ്ങൾ ശക്തികളുമാണ്. അംഗന്യാസവും കരന്യാസവും 51 മാതൃകാക്ഷരങ്ങളെ കൊണ്ട് ചെയ്യണം. സാധകന്മാർക്ക് വേണ്ടി ഈ ധ്യാനം പറഞ്ഞു തരാം. രക്തം, ശ്വേതം, സുവർണം, നീലം, ധവളം എന്നീ നിറമാർന്ന രത്നങ്ങളും ത്രിനയനങ്ങളും ചുവന്ന നിറമുള്ള താമരമാല ചാർത്തിയും ചുവന്ന രത്ന പതക്കം അണിഞ്ഞും
കയ്യിൽ കിണ്ടി, താമരാക്ഷമാല, വരമുദ്ര എന്നിവ ധരിച്ചും രക്തവർണ്ണയും പത്മാസനയും പത്മനേത്രയും ഹംസാരൂഢയും കുമാരിയുമായിരിക്കുന്ന ഗായത്രിയെ ഞാൻ ഭജിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഗായത്രി ഈ ദേവിയുടെ ദേവീ ഭാഗവതം എന്ന ഈ മഹാഗ്രന്ഥം ഭക്തജന പാദങ്ങളിൽ, ദേവീ പാദങ്ങളിലും ഭക്തജന പാദങ്ങളിലും നമസ്കരിക്കുന്നു. ഇനി ദേവിയുടെ സഹസ്രനാമാണ്. അത് ഇതിന്റെ കൂടെ പറഞ്ഞിട്ട് കാര്യം. സഹസ്രനാമം കഴിഞ്ഞിട്ട് വീണ്ടും പോകുന്നുണ്ട് കഥ. അത് നമുക്ക് നാളെ നോക്കാല്ലേ. അതാണ് നല്ലത്. സഹസ്രനാമം ഇങ്ങനെ ചൊല്ലിത്തന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്നത്തെ ഭാഗം ഭഗവത് പാദങ്ങളെ സമർപ്പിച്ചു. ഇനി 2 ദിവസം 2 or 3 ദിവസം പറയാനേ ഉണ്ടാവുള്ളൂ ഈ ദേവീ ഭാഗവതം എന്ന ഈ പുണ്യഗ്രന്ഥം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവഃ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.